കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറയുന്ന ബുക്കിലെ 37ാമത്തെ മെസ്സേജാണ് വായിക്കുന്നത്. സഭയുടെ സത്യപ്രബോധനങ്ങൾക്ക് ചെവി കൊടുക്കുക. എൻ്റെ ജനമേ, ഇത് നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ഒരവസരമായി സ്വീകരിക്കുക. നിങ്ങൾക്കിടയിൽ വലിയ ഭിന്നത സംഭവിക്കാനിരിക്കുന്നു. അതിനാൽ സഭയുടെ സത്യപ്രബോധനത്തിന് ചെവി കൊടുക്കുക. സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന എൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഇടയിലും അങ്ങനെ അല്ലാത്തവരുടെ ഇടയിലും വലിയ ഉണർവ് ദൃശ്യമാകും. എൻ്റെ ജനമേ, ലോകമെങ്ങുമായി ഒരുക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ അഭയസങ്കേതങ്ങളിലേക്ക് പോകാനായി നിങ്ങളുടെ ആത്മാക്കളെ ഒരുക്കുക. എൻ്റെ മാലാഖമാർ നിങ്ങളെ അവിടേക്ക് നയിക്കും. നിങ്ങളുടെ കൈവശമുള്ളവയെ ഞാൻ വർദ്ധിപ്പിച്ചു തരും. ഞാൻ ഒരിക്കലും എൻ്റെ മക്കളെ ഉപേക്ഷിക്കുകയില്ല. അതുകൊണ്ട് എന്നിൽ ആശ്രയിക്കുന്നവർ ആശ്വാസവും ആനന്ദവും അനുഭവിക്കും. ഇത് വലിയ മാറ്റങ്ങളുടെ കാലമാണ്. അതിനുവേണ്ടിയുള്ള സംഭവങ്ങളെല്ലാം ഇതാ തുടങ്ങിയിരിക്കുന്നു. മനുഷ്യവംശത്തിനു മേൽ വലിയ ദുരിതങ്ങൾ വന്നു ഭവിക്കും. ഇത് ലോകത്തിനു വേണ്ടി സാക്ഷ്യം നൽകേണ്ട സമയമല്ല, പിന്നെയോ ലോകത്തിനു മുൻപിൽ സുവിശേഷ സന്ദേശത്തിന് സാക്ഷ്യം നൽകേണ്ട സമയമാണ്. കുറച്ചു കാലത്തേക്ക് സാത്താന് എല്ലാറ്റിൻ്റെയും മേൽ ആധിപത്യം ലഭിക്കും. അവൻ എല്ലാറ്റിനെയും ഭരിക്കുകയും നന്മയായ എല്ലാറ്റിനെയും, മതത്തെയും വിശ്വാസത്തെയും കുഴിച്ചു മൂടുകയും ചെയ്യും. അങ്ങനെ അവർ തങ്ങളുടെ വിജയത്തിൽ ആഹ്ലാദിക്കും. എന്നാൽ ആ വിജയത്തിന് ശേഷം ഞാൻ എൻ്റെ സ്വന്തം ജനത്തെ ഒരുമിച്ച് കൂട്ടാനായി തിരിച്ചു വരും. തിന്മയുടെ മേൽ വിജയം വരിച്ച് ഞാൻ ആധിപത്യം ഏറ്റെടുക്കുകയും കുഴിച്ചു മൂടപ്പെട്ട സഭയെ കല്ലറയിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്യും. സഭ അംഗീകരിച്ച എല്ലാ കാര്യങ്ങളും കൂദാശകളും ആത്മീയ ശുശ്രൂഷകളുമായിരിക്കാം ഉദ്ദേശിക്കുന്നത്. ഇന്ന് കാണുന്ന രീതിയിൽ കുറച്ചു കാലത്തേക്ക് ഇല്ലാതെയാകും. വ്യാകുലത്തിൻ്റെ ആ നാളുകളിൽ പ്രഭാപൂർണമായ അടയാളങ്ങൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടും.